ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അടിയനെ ബലപ്പെടുത്തിയ ദൈവത്തെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഭൂമിയുടെ ഏത് രാജ്യങ്ങളിലും ഏത് സ്ഥലത്തും ആയിരിക്കുന്ന ദൈവമക്കളെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സമയത്ത് അടിയന്റെ സ്നേഹത്തെ പങ്കുവെക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ദൈവമാണ് നമ്മുടെ സകലതും. നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് വചനത്തിൽ നിന്ന് അടിയൻ സംസാരിക്കുന്നത് മുമ്പേ തന്നെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് ബുദ്ധിയില്ല, ജ്ഞാനമില്ല, അറിവില്ല. എന്നാൽ സകലതും അറിയാവുന്ന ദൈവം, കർത്താവായ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു അങ്ങയുടെ വചനം ഘോഷിക്കുവാൻ, ലോകത്തിൽ നിന്നുള്ള എല്ലാവരെയും അറിയിക്കുവാൻ എളിവരായി ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തതിനായ സ്തോത്രം. സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകി തന്നു. പ്രാപ്തിയില്ലാത്ത ഞങ്ങളെയും കർത്താവ് ദൈവം അവരുടെ ആത്മാവാൽ നിറച്ച് ശക്തീകരിച്ചു. നിൽക്കുവാൻ ദൈവങ്ങൾക്ക് കൃപ നൽകി. വചനത്തിൽ സംസാരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നു. നന്ദിയോട് സ്തോത്രം. ഈ കേൾക്കുന്ന വചനം ഇന്ന് രാത്രികൾ കേൾക്കുമ്പോ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. കേൾക്കുന്ന വ്യക്തികളുടെ എല്ലാം ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിലൊക്കെ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യട്ടെ അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ജീവിതത്തിന്റെ അടിസ്ഥാനം ആ വചനത്തിൽ പണിയുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിൽ അകന്നു പോയവർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി കാലം ഈ വചന നിമിത്തം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അടിയിലൂടെ കേൾക്കുന്ന ജനത്തിലും വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വഞ്ചനയും ചതിയുടെയും ഒരു കാലഘട്ടമാണ്. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും നമ്മൾ കാണുന്നത് ഒരു കാര്യമാണ് വഞ്ചന. ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ വഞ്ചിക്കുന്നു. അപ്പൻ മക്കള്, മക്കൾ മാതാപിതാക്കന്മാര്, സുഹൃത്തുക്കളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, അതുപോലെ വ്യവസായം ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിൽ വ്യവസായം ചെയ്യുന്നവരുടെ ഇടയിൽ, പാർട്ട്നേഴ്സിന്റെ ഇടയിൽ, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വളരെ തെളിച്ചു കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വഞ്ചന. മറ്റു വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നു. ലോകപരമായുള്ള ഈ വഞ്ചനയുടെ മെയിൻ കാരണം സാമ്പത്തിക നേട്ടങ്ങളാണ്. പൊതുവെ എവിടെ നോക്കിയാലും സ്വാർത്ഥത, സെൽഫിഷ്നെസ്. എനിക്ക് എന്തെങ്കിലും ലഭിക്കണം, എന്റെ പേര് നഷ്ടപ്പെട്ടു പോകല്ലേ, എനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകണം, എന്റെ പേര് വലുതാകണം, 10 പേർ എന്നെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെ സ്വാർത്ഥത, എന്നെ കുറിച്ച് മാത്രമുള്ള ചിന്ത നിമിത്തം ഞാൻ വേറൊരു വ്യക്തിയെ, അതെന്റെ സ്നേഹിതനായിക്കോട്ടെ, എന്റെ ഭർത്താവോ ഭാര്യയോ പിതാവോ മാതാവോ സുഹൃത്തോ സഹോദരനോ സഹോദരി ആരുമായിക്കോട്ടെ, അവരെ വഞ്ചിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 21 വർഷക്കാലം സന്തോഷത്തോടായിരിക്കുവാൻ ദൈവം ബലപ്പെടുത്തി. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ദൈവമക്കളുടെ വഞ്ചന ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കബളിപ്പിക്കും, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ സ്വാർത്ഥത, അദ്ദേഹത്തിന്റെ സ്വാർത്ഥ നിമിത്തം എനിക്ക് ലഭിക്കേണ്ട ആ സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതിരിക്കുന്നു.
എനിക്ക് ലഭിക്കേണ്ട അക്സെപ്റ്റൻസ് ഇല്ലാതായി പോകുന്നു. അങ്ങനെ ഉള്ള പല വിഷയങ്ങളും ഞാൻ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ 21 വർഷക്കാലം കർത്താവിനൊപ്പമായി നടക്കുവാൻ എളിമനായി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. അതേ സമയത്ത് പല ഭാഗങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ദൈവസഭയ്ക്കുള്ളിൽ തന്നെ അടിയൻ കണ്ടൊരു കാര്യമാണ് വഞ്ചന. ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ, പുരോഹിതന്മാരുടെ, അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത പല മേഖലകളിൽ, നമ്മൾ വിശ്വസിക്കാത്ത പല സ്ഥലങ്ങളിൽ, സ്ഥാനങ്ങളിൽ വഞ്ചന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി വേറെ വ്യക്തിയെ വഞ്ചിക്കുന്നു, കബളിപ്പിക്കുന്നു. അവർ ഇന്ന് രാത്രി കാലം ഞാൻ ആ വിഷയത്തിൽ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ വഞ്ചനയും ആത്മീയ വിവേചനവും. ആത്മീയ വഞ്ചന, ആത്മീയ വിവേചനം. ഒന്നുകൂടി പറയട്ടെ, ആത്മീയ വഞ്ചനയും ആത്മീയ വിവേചനവും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ, അതാണ് ആത്മീയ വിവേചനപരം. ഹല്ലേലൂയ. ആത്മാക്കളെ വിവേചിക്കുവാനുള്ള ദൈവകൃപയാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത്. പലരും പലതും ആഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങളായി അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അടിയന്റെ സഭയിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ആത്മാക്കളെ വിവേചിക്കുവാനുള്ള കൃപാവരങ്ങൾ നിങ്ങൾ പ്രാപിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന ജനം കുറച്ചാണ്, വലിയ ആൾക്കൂട്ടങ്ങളിലൊക്കെ ഇല്ല. എന്നാൽ ഞാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വിവേചനം ഉള്ളവരായി തീരണം. ദൈവജ്ഞാനത്താൽ, ദൈവബുദ്ധിയാൽ നിറഞ്ഞ് വിവേചനമുള്ളവരായി തീരണം. അവർ വചനം പഠിപ്പിക്കുമ്പോൾ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി அதை ഗ്രഹിക്കുവാൻ അവരെ അടിയൻ സഹായിക്കാറുണ്ട്. ആത്മീയ വഞ്ചന നമ്മുടെ ചുറ്റും നടക്കുമ്പോ വിവേചന വരം ഇല്ലെങ്കിൽ നമ്മളും പെട്ടുപോകും. വഞ്ചനയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. സാമ്പത്തിക വഞ്ചനകൾ സംഭവിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആത്മീയ വഞ്ചന ഒരു വ്യക്തിയുടെ ശാശ്വത നാശത്തിന് കാരണമാകുന്നു. ആത്മീയ വഞ്ചനയിൽ പെട്ടുപോയ ഒരു വ്യക്തി തലന്തേക്കും നിത്യനരകത്തിൽ തീരും. കാരണം വഞ്ചിക്കപ്പെട്ടു. വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി കാലം ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ നുണകൾ, വഞ്ചനയുടെ അവൻ നുണകൾ പറഞ്ഞ് ഇന്ന് നുണകൾ അതൊരു തെറ്റാണെന്ന് പോലും വിശ്വസിക്കുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നുണകൾ പറഞ്ഞത് തെറ്റല്ല, നുണകൾ ഇല്ല. നുണകൾ എന്താണ്? നുണകൾ സത്യത്തിന്റെ വേറെ പല ഗ്രേഡുകളാണ്. അല്ല, നുണകൾ എന്ന് പറയാം കള്ളം, ലൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഭൂമിയിൽ ഇല്ല എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. കള്ളമില്ല, നുണകളില്ല. അത് സത്യത്തിന്റെ വേറെ പല ഗ്രേഡുകളാണ്. ചെറിയ നുണകൾ, വലിയ നുണകൾ, അങ്ങനെ ഒന്നുമില്ല. അത് സത്യത്തിന്റെ ചെറിയൊരു ഭാഗം, സത്യം മറച്ചു വെക്കുന്ന വേറൊരു ഭാഗം. അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏകത്തോട്ടം മുതൽ പിശാച് സർപ്പത്തിന്റെ രൂപത്തിൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ അവൻ ഇന്നും പിശാച് പല രൂപങ്ങളിൽ വന്ന് ദൈവജനത്തെ വഞ്ചിക്കുന്നു. ഹവ്വ പാർത്തത് പുറത്തല്ല, അകത്ത് എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനത്തിൽ നിറങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു തോട്ടത്തിലാണ് ആദാമും ഹവ്വയും വസിച്ചത്. ദൈവമാണ് അവരവിടെ ആക്കിയത്. അവർ ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കീഴിലായിരുന്നു. ദൈവം അവർക്ക് സുരക്ഷിത നൽകിയിട്ടുണ്ട്. ദൈവിക ജ്ഞാനം അവർക്കുണ്ട്, ദൈവിക അറിവ് അവർക്കുണ്ട്. സത്യം എന്താണെന്ന് അവർക്ക് അറിയാം. ചെയ്യാതിരിക്കേണ്ടത് അത് ചെയ്യാൻ പാടില്ല, അതും അവർക്കറിയാം. ഇത് ചെയ്യാൻ പാടില്ല, അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും പിശാച് ഒരു പ്രത്യേക രൂപത്തിൽ, സർപ്പത്തിന്റെ രൂപത്തിൽ അവർ മുന്നിൽ വന്ന് അവരെ വഞ്ചിച്ചു. അതേ പിശാച് അന്ന് മുതൽ ഇന്നും നുണകൾ പറഞ്ഞ് ദൈവജനത്തെ ദൈവത്തിന് അകറ്റുവാൻ അവൻ
ശ്രമിക്കുന്നു. അവൻ വഞ്ചനയുടെ ആത്മാവാണ്, അവൻ വഞ്ചനയുടെ പിതാവാണ്. യേശു ക്രിസ്തു പറയുന്നു, പിശാച് കള്ളത്തിന്റെ പിതാവാണ്, കള്ളം പറയുന്നവരുടെ പിതാവാണ്. ഫാദർ ഓഫ് ലൈസ്. വ്യാജ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗവും മറ്റൊരു സുവിശേഷം. ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പൗലോസ് കൊരിന്ത്യരുടെ സഭയ്ക്ക് ഒരു എഴുത്തെഴുതി. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന് 3-4 വാക്യം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന് 3-4 വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പൗലോസ് അവരോട് പറയുന്നത്, മറ്റൊരു യേശുവിനെ കുറിച്ചോ മറ്റൊരു സുവിശേഷത്തെ കുറിച്ചോ നിങ്ങളോട് പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് കാരണം പൗലോസിന് പറയാൻ? ചുറ്റും വഞ്ചനയുടെ ആത്മാവാണ് എല്ലായിടത്തും. എവിടെ നോക്കിയാൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ വഞ്ചിക്കുന്നു. അങ്ങനെ ഒരു ആത്മാവ് ചുറ്റും നിൽക്കുമ്പോൾ പൗലോസ് സഭയ്ക്ക് എഴുതി അവർ മുന്നിൽ തന്നെ അറിയിക്കുവാണ്, അവർക്ക് ഗുണദോഷം കൊടുക്കുവാണ്. നിങ്ങളിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കരുത്. പിശാച് ഹവ്വായെ ചതിച്ചതുപോലെ, ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും അവൻ ഉപായത്താൽ ചതിക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ ആ ചതിയിൽ പെട്ടുപോകരുത്. ഹല്ലേലൂയ. പൗലോസ് 2000 വർഷം മുമ്പ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കും ഈ വചനം തുല്യമായി അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, തുല്യമായി അതിന് വാല്യൂ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നും പിശാച് പല രൂപത്തിൽ വന്ന് ഉപായത്താൽ ദൈവജനത്തെ അവനെ തെറ്റി മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജനം അറിയുന്നില്ല. അവരൊന്ന് മാത്രം ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നിർമ്മലതയിലും ഏകാഗ്രതയും അവർ യേശുവിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു ജനമാണ് നമ്മള്. വിശുദ്ധി പാലിക്കുവാൻ ആഗ്രഹിക്കുന്നു, വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിന്റെ മധ്യം മറന്നുപോകല്ലേ, നമ്മളെ ഇല്ലാതാക്കുവാൻ സ്വർഗത്തിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ സ്വർഗത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ പിശാചം ഇവിടെ ചുറ്റുമൂടാടി സഞ്ചരിക്കുന്നു. അവൻ ഉപായത്താൽ നേരെ വരത്തില്ല. അവൻ നേരെ വന്നാൽ നീ അവനെ പിടികൂടും. നിനക്കറിയാം ഇവൻ പിശാചാണ്, ഇവൻ കള്ളം പറയും, ഇവൻ ഉപായത്താൽ എന്നെ ചതിക്കും. നിനക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ട് അവൻ നേരെ വരികയില്ല. അവൻ ഉപായത്താൽ വേറെ പല രൂപത്തിൽ, വേറെ പല രീതികളിൽ അവൻ ഇടിച്ചു കയറി വരും. നീ ജനിക്കാത്ത നേരത്ത്, നീ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്ത് നിന്നെ വീഴ്ത്തുവാൻ അവൻ നോക്കിയിരിക്കുവാൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 4-ാം വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് കൊലോസ്യരുടെ സഭയ്ക്ക് എഴുതുവാണ്. അതിൽ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. വശീകരണ വാക്കുമുണ്ട്, ഉപായത്താൽ, പിന്നെ വശീകരണ വാക്കുകളുമുണ്ട്. വാക്കുകളെ കൊണ്ട് നിന്നെ വശീകരിക്കും. ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. പൗലോസ് സഭയ്ക്ക് എഴുതി അവരെ അറിയിക്കുക. അതൊന്ന് മാത്രമല്ല, ഇന്നും നമുക്ക് ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല വാക്കുകളാൽ പിശാച് നമ്മളെ ചതിക്കുന്നു, ഉപായപ്പെടുത്തുന്നു. വാക്ക് സാമർഥ്യം. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ അവർ വാക്കുകളിട്ട് കളിച്ച് പ്രസംഗിക്കും. കേൾക്കുന്നത് നമുക്ക് നല്ല ഇമ്പമായി തോന്നും. നല്ല സ്വരം, നല്ല സ്ഫുടമായുള്ള വാക്കുകൾ, നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രസംഗം. പക്ഷെ ഈ പ്രസംഗം കൊണ്ട് നമ്മളെ ചിലപ്പോൾ വഞ്ചിക്കുകയായിരിക്കും, ചതിക്കുകയായിരിക്കും. നിന്നെ ഏതോ ഒരു കാര്യം പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിക്കും.
വാക്കുകൾ കേൾക്കുമ്പോൾ, മധുരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വീണു പോകും. ഓ ജോൺസി, നീ നല്ലൊരു വ്യക്തിയാണ്, നീ സാമർത്ഥ്യമുള്ള വ്യക്തിയാണ്, നീ കഴിവുള്ള വ്യക്തിയാണ്, എന്നെ പൊക്കി 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 പറഞ്ഞ് ഞാൻ അറിയാതെ അവന്റെ വാക്കുകൾ ഞാൻ വീണു പോകും. പിശാച് അങ്ങനെ പല വഴികൾ കണ്ടെത്തിയാണ് ദൈവമക്കളെ വീഴ്ത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. യേശു ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ച് കൊള്ളുകയും, കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും. പ്രവാചകന്മാരെ കുറിച്ചല്ല, കള്ള പ്രവാചകന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കള്ളം പറഞ്ഞ് പ്രവചനം കള്ള നിമിത്തം ഉണ്ടാക്കി പറയുന്ന പ്രവാചകന്മാരെ നമ്മൾ സൂക്ഷിക്കണം. പല പ്രവചനങ്ങളായിരിക്കും അത് പറയുന്നത്. അത് ഇത് മറ്റതൊക്കെ പറയും. ചിലപ്പോൾ അതൊക്കെ കേട്ട് നമ്മളൊക്കെ വിശ്വസിക്കും. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അപ്പോൾ നമ്മൾ പറയും, ഓ ഇത് ദൈവത്താൽ സംഭവിച്ചതാണല്ലോ, ഈ പ്രവചനം ദൈവത്താൽ വന്നതാണല്ലോ. കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കണം. അവർ പ്രവചനം സംഭവിച്ചെന്നിരിക്കും, പക്ഷെ ആ പ്രവചനം ദൈവത്തിന്റെ ആകണമെന്നില്ല. അതുകൊണ്ട് യേശു മുന്നിൽ തന്നെ പറയുന്നത്, കള്ള പ്രവാചകന്മാർ, കള്ളം പറയും ജീവിക്കുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ, നിലനിൽപ്പിന് വേണ്ടി അവർ എന്തും ചെയ്യും, സൂക്ഷിക്കണം. അവരെങ്ങനെ വരുന്നത്? ആടുകളുടെ വേഷം അവർ ധരിച്ചുകൊണ്ട് വരുന്നത്. ആടുകളുടെ വേഷം എങ്ങനെയാണ്? നല്ല നിർമ്മലാണ്, നല്ല സ്മൂത്ത് ആണ്, സോഫ്റ്റ് ആണ്. ഒരാളിനെ കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും. അതുപോലെ ഒരു നല്ല കണ്ടാൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു മൃഗമാണ് ആട്. അതിന്റെ കുഞ്ഞുങ്ങളെ കണ്ടാൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും, അതൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. ആടുകളുടെ വേഷത്തിലാണ് ഇവ വരുന്നത്. പക്ഷേ യഥാർത്ഥമായി ഈ വേഷത്തിനുള്ളിൽ ആരാ എഴുതിയിട്ടുണ്ട്? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് ആടുകളുടെ വേഷത്തിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പ്രവചിക്കുന്നത്. അവൻ പറയുന്ന പ്രവചനം അത് സംഭവിച്ചെന്നുമിരിക്കും, പക്ഷെ അത് കള്ള പ്രവചനമാണ്. അത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു ഭാഗമാക്കാവേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് കള്ള പ്രവാചകനാണെന്ന് അറിയുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? സാധിക്കണം. ദൈവമക്കൾക്ക് അത് സാധിക്കണം. രണ്ടു വ്യക്തികളെ കുറിച്ച് എടുത്ത് സംസാരിക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ഒന്ന് യെരോബാമും, അടുത്ത് വേറൊരു പ്രവാചകൻ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായവും 13-ാം അധ്യായവും. ഈ രണ്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് രാത്രി എടുത്തു പറയുന്ന ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യെരോബാം ഒരു പ്രവാചകൻ. 13-ാം അധ്യായത്തിലാണ് ഒരു പ്രായമുള്ള ഒരു പ്രവാചകനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യെരോബാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവ്. ഇനി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം ഒരു ഹിസ്റ്ററി പഠിക്കാം. ശൗലാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്. ശൗലിന് ശേഷമാണ് വന്നത് ദാവീദ്, ദാവീദിന്റെ മകൻ ശലോമോൻ. ഈ മൂന്ന് രാജാക്കന്മാരുടെ ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വലിയ രാജ്യം അത് യുദ്ധം ചെയ്ത്, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കമുണ്ടായി രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. 12 ഗോത്രങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യം രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. ഒരു ഗ്രൂപ്പിൽ 10 ഗോത്രവും മറ്റേ ഗ്രൂപ്പിൽ 2 ഗോത്രവും. 10 ഗോത്രത്തിന്റെ ഗ്രൂപ്പിന്റെ പേരാണ് ഇസ്രായേൽ. അവര് നോർത്തേൺ കിങ്ഡം അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം എന്നുള്ളത് അറിയപ്പെടുന്നു. തൊട്ട് താഴെ 2 ഗോത്രമുള്ള ഒരു ചെറിയ രാജ്യം യഹൂദ രാജ്യം. അപ്പോൾ ഇസ്രായേൽ രാജ്യവും യഹൂദ രാജ്യവും ശലോമോന്റെ ശേഷമുണ്ടായതാണ്. ഇസ്രായേൽ പറഞ്ഞ രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവായിരുന്നു യെരോബാം. യൂദ ആദ്യത്തെ രാജാവായിരുന്നു റഹോബാം. അത് ശലോമോന്റെ മകൻ. നമ്മള് റഹോബാമല്ല, യെരോബാമിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. യെരോബാം രാജാവായ ശേഷം പല കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചെങ്കിലും വന്നപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്,
എന്റെ ഈ 10 ഗോത്രമുള്ള എന്റെ രാജ്യം, ഇസ്രായേൽ രാജ്യത്തിൽ ഉള്ള ഇസ്രായേൽ ജനം സമയാസമയം ആരാധനയുടെ സമയം വരുമ്പോൾ, ഉത്സവം വരുമ്പോൾ, അങ്ങനെ പല ആത്മീയ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇവരുടെ ഭവനം വിട്ട്, രാജ്യം വിട്ട് യഹൂദയിലേക്ക് കടന്നു പോകുന്നു. കാരണം എന്താണ്? യെരൂശലേം എന്ന് പറയുന്നത് ആ ദാവീദ് പട്ടണം, അത് യഹൂദയിലെ യെരൂശലേമിലാണ് ദൈവാലയം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനയുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാം യെരൂശലേമിൽ പോകും. അങ്ങനെ പോയിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അവര് ആ ദൈവാലയം കേന്ദ്രമാക്കി അവിടെ തന്നെ അങ്ങ് താമസം തുടരും. പിന്നെ കുറെ കഴിയുമ്പോൾ യഹോവയോട് അവർക്ക് ചേർന്ന് നിൽക്കും. പിന്നെ അവരെന്റെ ശത്രുക്കളാവും. കുറെ കഴിയുമ്പോൾ അവരെന്നെ കൊല്ലുവോ, എന്നെ ഇല്ലാതാക്കുവോ, എന്നെ ഓടിച്ചു കൊള്ളുകയോ ചെയ്യും. എന്റെ രാജ്യം ഇല്ലാതാകും. പിന്നെ അവർ ഒന്നാകും. അങ്ങനെ ആകരുത്. അങ്ങനെ ആരാധിക്കാൻ ജെറോബാം ചില കാര്യങ്ങൾ, ചില തന്ത്രങ്ങൾ തന്നെ ഒരുക്കി. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 25 വാക്യം മുതൽ 33 വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് 3 പോയിന്റ് ആയിട്ട് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അവരുടെ സ്ക്രീനുകളിൽ അത് കാണാൻ സാധിക്കും. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 25 വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ 3 പോയിന്റ് ആയിട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. ആളുകൾ തന്നെ വിട്ടു പോകാതിരിക്കാൻ യെരൊബാം ആഗ്രഹിച്ചു. തന്റെ ആളുകൾ തന്നെ വിട്ടിട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് യെരൊബാം എന്തു ചെയ്തു? അവൻ അവരെ വഞ്ചിച്ചു. എങ്ങനെയൊക്കെയാ വഞ്ചിച്ചത്? അദ്ദേഹം ബലിപീഠങ്ങളും മതകേന്ദ്രങ്ങളും പണിതു. ബലിപീഠങ്ങളും മതകേന്ദ്രങ്ങളും അദ്ദേഹം പണിതു. എന്താണ് പീഠങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ബലി അർപ്പിക്കാം, യാഗം അർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ രാജ്യത്തിൽ തന്നെ ഉണ്ടാക്കി പണിതു. കാരണം ഇതൊക്കെ ചിലവർ എപ്പോഴും താഴോട്ട് യഹൂദയിലോട്ട് പോകും, യെരൂശലേമിൽ പോകും. അത് പോയി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ തിരിച്ചു വരികയില്ല, അല്ലെങ്കിൽ അവർ യഹോവയുടെ കൂടെ ചേർന്ന് നിൽക്കും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആരാധിക്കണോ? ആരാധിക്കാനുള്ള സ്ഥലങ്ങൾ ഞാനിവിടെ ഒരുക്കി തരാം. പലയിടത്തും ആരാധനയ്ക്കുള്ള കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടാക്കി, പിന്നെ ബലി അർപ്പിക്കാനുള്ള പീഠങ്ങൾ തന്നെ ഉണ്ടാക്കി. നിങ്ങൾ അങ്ങ് പോകേണ്ട, ഇത്രയും ദൂരെ യാത്ര ചെയ്യണ്ട, ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെയും ചെയ്യാം. അത് കൂടാതെ 2 മാളുകളെ തന്നെ അതിന്റെ രൂപത്തിൽ സ്വർണം കൊണ്ട് മാളുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി. ഒന്ന് രാജ്യത്തിന്റെ ഒരു ഭാഗത്തും മറ്റു രാജ്യത്തിന്റെ വേറെ ഭാഗത്തും സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ദൈവം. മിസ്രൈമിൽ നിന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ദൈവം ഇതാണ്. ഇതിനെ നിങ്ങൾക്ക് വീട് നമസ്കരിക്കാം, ആരാധിക്കാം. ജനത്തെ അവൻ വഞ്ചിച്ചു. അവരത് വിശ്വസിച്ചു. അവരത് ദൈവങ്ങളായി കണക്കാക്കി ആരാധിക്കാൻ തുടങ്ങി. അവർ യെരൂശലേമിൽ പോകുന്നത് നിർത്തി, ദൈവാലയത്തിൽ പോകുന്നത് നിർത്തി, ദൈവാലയത്തിൽ പോയി യാഗമർപ്പിക്കുന്നത് നിർത്തി. സകലതും അവർ ഇവിടെ ചെയ്യാൻ തുടങ്ങി. യെരൊബാം അവരെ വഞ്ചിച്ചു. അത് കൂടാതെ അവർക്ക് ഇനി വേണ്ടി ആരൊക്കെയാണ്? അവരുടെയായ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ അവർക്ക് പുരോഹിതന്മാർ ആവശ്യമുണ്ട്. പുരോഹിതന്മാർ ഏത് ഗോത്രത്തിലാണ്? ലേവ്യ ഗോത്രത്തിലായിരിക്കണം. എന്നാൽ ഇവരിപ്പോൾ എന്ത് ചെയ്തു? യെരൊബാം എന്ത് ചെയ്തു? ജെറൊബാം എല്ലാ ഗോത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില തിരഞ്ഞെടുത്തിട്ട് അവരെ പുരോഹിതന്മാരാക്കി. അവരെ പലയിടത്തും നിയമിച്ചു. നിങ്ങൾക്ക് ആരാധന കാര്യങ്ങൾ നടത്താം. തോന്നിയവരെ സ്റ്റേജ് കൊടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിൽ എല്ലാവരും പിടിച്ച് സ്റ്റേജ് കൊടുക്കരുത്. ഇതൊരു പ്രത്യേക ശുശ്രൂഷയാണ്, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ജെറൊബാം തന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജനത്തെ വഞ്ചിച്ചു. പലരെ പിടിച്ച് സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു. പിന്നെ അത് കൂടാതെ ദൈവം സ്ഥാപിച്ച ഉത്സവത്തെ, അതിന് സമാനമായ ഉത്സവം ജെറൊബാം ഇവിടെ ഉണ്ടാക്കി. അവരോട് പറഞ്ഞു, ഇനി ഈ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങ് പോകണ്ട, ഇവിടെ തന്നെ ആഘോഷിച്ചാൽ മതി. ഉത്സവങ്ങളൊക്കെ ഇവിടെ ആഘോഷിക്കാം, ആരാധിക്കാം, അത് ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സകല സഹായങ്ങൾ ഇവിടെ പുരോഹിതന്മാരോട് അവർ നിങ്ങൾക്ക് ചെയ്തു തരും. എങ്ങും പോകണ്ട. ജെറൊബാം ജനത്തെ വഞ്ചിച്ചു. ഒരു രാജാവാണ്, ഒരു രാജ്യത്തിന്റെ നേതാവാണ്. നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ഞാൻ വ്യക്തമായി പറയട്ടെ,
അവകാശവുമില്ല. അവർ അറിയേണ്ടതും അവർ മനസ്സിലാക്കേണ്ടതും അവർക്ക് അവകാശമുള്ളത് നമ്മൾ നൽകിയിരിക്കണം, കൊടുത്തിരിക്കണം. ദൈവം മുൻപാകെ വിശുദ്ധിയോടും നിർമ്മലയോടും ദൈവങ്ങളെ ഏൽപ്പിച്ച ജനത്തെ നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ മാറ്റിമറിക്കരുത്, വളച്ചൊടിക്കരുത്. ജനവാൻ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, നേതാവാണ്. ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടവരാണ്. ജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അവരെ പ്രദോഷിക്കേണ്ടതാണ്. എന്നാൽ അവന്റെ സ്വാർത്ഥത, അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ജനത്തെ വഞ്ചിച്ചു. മുകളിലിരിക്കുന്ന ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അവന്റെ രാജ്യത്ത് സത്യം പറയാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കും ദൈവം യഹൂദനിൽ നിന്ന് ഒരു യവനക്കാരനായ ഒരു പ്രവാചകനെ കണ്ടെത്തിയിട്ട് അവരോട് പറഞ്ഞു, നീ ചെല്ല് ജെറുബ്ബാബേലിനടുത്ത്. അവിടെ ചെന്ന് അവനോട് അവൻ ചെയ്തതൊക്കെ തെറ്റാണ്, പാപമാണ്, ദൈവം ന്യായം വിധിക്കും, അതിന്റെ അടയാളങ്ങൾ ഇതൊക്കെയാണെന്ന് ചെന്ന് പറ. ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ അവിടെ ചെന്ന് ജെറുബ്ബാബേൽ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, താങ്കൾ ചെയ്തൊക്കെ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, ദൈവത്തിന് വിരുദ്ധമായാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇതിന് അടയാളമായി ദൈവം ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് ജെറുബ്ബാബേൽ എന്താ ചെയ്യേണ്ടത്? മനം തിരിയണമായിരുന്നു, അല്ലേ? ദൈവത്തോട് ക്ഷമ ചോദിക്കണമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. അതേപോലെ നിന്ന് തന്റെ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യേ, ഇവനെ പിടിക്കുക, ഇവൻ ആരായി പ്രവാചകൻ. അങ്ങനെ കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ജെറുബ്ബാബേലിന്റെ കൈ അത് ഉണങ്ങാൻ തുടങ്ങി. അത് അനക്കാൻ പറ്റിയില്ല, അതങ്ങനെ തന്നെ നിന്നു. അത് ഭയന്നുപോയി. എന്ത് സംഭവിക്കുന്നു? എന്റെ കൈയ്ക്ക് താഴോട്ട് കൊണ്ടുവരും, താഴോട്ട് പോകുന്നില്ല. ഒരു ഉടനെ അവസ്ഥ പോലായി നിൽക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന്റെ പ്രവാചകനാ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. രാജാവ് ഈ ചെറുപ്പക്കാരനായ പ്രവാചകനോട് പറഞ്ഞു, ഇനി വീട്ടിലേക്ക് ഇപ്പം പോകണ്ട, എന്റെ വീട്ടിലേക്ക് വാ, ആഹാരമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് വിശ്രമത്തിന് ശേഷം പോകാം. ഉടനെ ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ പറഞ്ഞത്, ദൈവമാണ് എന്നെ കൊണ്ട് അയച്ചത്, അതുകൊണ്ട് നിന്റെ ഭവനത്തിന്റെ പകുതിയും നിനക്ക് തന്നാലും എന്നെ നീ ഏത് വാക്കുകൾ പറഞ്ഞ് വഞ്ചിക്കാൻ ശ്രമിച്ചാലും ഞാൻ വീഴുകയില്ല, ഞാൻ മടങ്ങിപ്പോകും. എന്റെ മടക്ക യാത്രയിൽ വന്ന വഴിയല്ല, വേറെ വഴി കൂടെ പോകണമെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാജാവ് അങ്ങനെ സംബന്ധിച്ചു. അദ്ദേഹം യാത്ര തുടങ്ങി. ആ രാജ്യത്തിൽ ഒരു പ്രായമുള്ള പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ കേട്ടു. ഒരു ഉള്ളിൽ ആഗ്രഹം, എനിക്ക് ഈ ദൈവദാസനെ ഒന്ന് കാണണം. നമുക്കും പലപ്പോഴും അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകാറില്ലേ? ദൈവവാക്കുകളൊക്കെ പറയുന്ന ദൈവദാസന്മാരെ കാണുവാനും പരിചയപ്പെടുവാനും സംസാരിക്കാനും, അല്ലെ? അവരിൽ നിന്നൊരു പ്രാർത്ഥന ഉദയനിടുന്ന് പ്രാർത്ഥിക്കണം, അല്ലെ? എല്ലാം ശരിയായി പോകുന്നെങ്കിലും എന്നാൽ ഒരു തല ഒലിച്ചു നിൽക്കും. പാസ്റ്ററെ, ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്താ ഒരു മനസ്സിനൊരു സമാധാനം. ഈ പ്രവാചകനും അങ്ങനെയൊക്കെയോ ചിന്തിച്ചു കാണും. അദ്ദേഹം തന്റെ മക്കളെ വിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. പ്രവാചകൻ ഇന്ന വഴിയിൽ കൂടെ മടങ്ങി തന്റെ ഭവനത്തിലേക്ക് പോകുവാണ്. ഇദ്ദേഹം ഓടിയ ആ സ്ഥാനത്തെത്തി പ്രവാചകനെ കണ്ട് താൻ സംസാരം തുടങ്ങി. പറഞ്ഞു, എന്റെ ഭവനത്തിലേക്ക് വരണം. കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തപ്പോൾ ഈ ചെറുപ്പക്കാരനായ ദൈവദാസൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റുകയില്ല, ഹല്ലേലൂയ, പറ്റത്തില്ല, ഞാൻ വരത്തില്ല. അത് ഉറപ്പിച്ചു, വരത്തില്ല. ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രായമുള്ള പ്രവാചകൻ താൻ ശുശ്രൂഷയിൽ കഴിവുള്ളവനായിരുന്നു, നല്ല അറിവുള്ളവനായിരുന്നു, പഴകി നന്നായി നിന്ന് അഭിനയിച്ച് ഡാൻസ് ചെയ്ത് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും അവിടെ മുന്നിൽ നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, ഞാൻ അവരെ തോൽപ്പിക്കും. പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വീണ്ടും പോകും. ഇവൻ നന്നായി അഭ്യാസം പഠിച്ചു വന്ന പ്രവാചകനാ. ഈ പ്രായമുള്ള പ്രവാചകൻ വർഷങ്ങളായി തന്റെ കൃപയൊക്കെ നഷ്ടപ്പെട്ട, ഞാൻ ആ കൃപയൊന്നുമില്ലാതെ, ചുരുക്കി പറയാൻ നമ്മൾ ശോഭൻ പുസ്തകം വായിക്കുമ്പോൾ ഏലിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്ന് പറഞ്ഞുപോലുള്ള വ്യക്തിയെ അദ്ദേഹം കാര്യങ്ങളൊക്കെ അറിയാം, വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് കാര്യങ്ങളറിയാം. ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ വിഷയമല്ല, ചെയ്ത്
എക്സ്പീരിയൻസ് കൊണ്ട് പലരും ഇന്ന് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസും കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി എഴുതിക്കോണം. എക്സ്പീരിയൻസ് കൊണ്ട് കർത്താവ് വേല ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ അഭിഷേകം ഇല്ലാതെ നീ ഒരു നിമിഷം പോലും ദൈവത്തിന്റെ വേല നീ നിൽക്കുകയില്ല. നീ നിൽക്കുന്നത് തോന്നുമെങ്കിൽ നീ വീണു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത്രയും വർഷം പാസ്റ്ററായിരുന്നു, ഇത്രയും വർഷം ഞാൻ യൂത്ത് ലീഡറായിരുന്നു, ഞാൻ പിന്നെ എന്തൊക്കെ പുതിയ പുതിയ പേരുകളുണ്ട്, വർഷിപ്പ് പാസ്റ്റർ, വർഷിപ്പ് ലീഡർ, അങ്ങനെ പല പേരുകളിലൊക്കെ പലരും അറിയപ്പെടുന്നുണ്ട്. എനിക്കിതൊക്കെ കഴിവാ. നിന്റെ കഴിവുമുണ്ടോ? നിന്റെ എക്സ്പീരിയൻസോ അനുഭവം ഉണ്ടോ? നീ കർത്താവിനെ ക്ഷോഭിക്കത്തില്ല. നീ കർത്താവിനെ മുന്നേറണമെങ്കിൽ നിനക്ക് എപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ നീ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനമാത്രമായി നിൽക്കണം. കവിഞ്ഞൊടുക്കുന്ന ദൈവത്തിന് പ്രസാദകരമായ ഒരു പാത്രമായി നീ ആയിത്തീരണം. എല്ലാ നിമിഷവും എന്നത് ചോർന്നു പോകുന്നു. ചിലപ്പോൾ നീ അറിയത്തില്ല. നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് രണ്ട് പ്രസംഗം പ്രസംഗിക്കായിരിക്കും, രണ്ട് പാട്ട് പാടാൻ പറ്റുമായിരിക്കും, രണ്ട് പ്രാർത്ഥനയൊക്കെ കുലിക്കൊക്കെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ അതുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല, ദൈവവേല നടക്കത്തില്ല. ഈ പ്രവാചകൻ എല്ലാം അഭ്യസിപ്പിച്ചു നിൽക്കുന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പഴയ ശൈലികളോട് എടുത്തിട്ടു അല്ലേ? എങ്ങനെയാണ് തുടങ്ങുന്നത്? 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ പ്രായമായ അഭ്യാസമെല്ലാം പഠിച്ച പ്രവാചകൻ പറയുന്നത്. ഇങ്ങനെയാണ്: ഞാനും നിന്നെ പോലൊരു പ്രവാചകനാകുന്നു. നീ മാത്രം ഒരു പ്രവാചകൻ വിചാരിച്ചു നീ നിങ്ങൾ തലയൊക്കെ പൊക്കി നിൽക്കൊന്നും വേണ്ട. നിന്നെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു ഇന്ന് നീ ചിന്തിക്കൊന്നും വേണ്ട. ഞാനും ഒരു പ്രവാചകനാണ്. ദൈവം എന്നെയും തിരഞ്ഞെടുത്തതാണ്. ഞാനും കുറെ വർഷങ്ങളായി. നീ ഒരു കൊച്ചു പയ്യനാ. ഒക്കെ രണ്ടെണ്ണം നീ ആ രാജാവിനെ വിളിച്ചത് പറഞ്ഞു. അതുകൊണ്ടെന്താ ഞാനും പ്രവാചകനാ. അപ്പൊ ആ ചെറുപ്പക്കാർ വിചാരിച്ചു ശരിയാണല്ലോ, പ്രായമുള്ള വ്യക്തിയാ പറയുന്നത്. മിണ്ടാതെ ഇത് കേട്ടു. അടുത്തത് പറഞ്ഞ ഒരു ദൂതൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ഞാനും നിന്നെപ്പോഴും പ്രവാചകൻ. രണ്ടാമത്തത് പഴയ നിയമകാലങ്ങളിൽ ദൂതന്മാർ വന്നാണ് ആ ദൈവമക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ നമുക്ക് വായിച്ചിട്ടുണ്ടല്ലോ പല ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം യഹോവയുടെ കൽപ്പനയാ. അപ്പൊ ദൈവവചനവും കൂടെയാണ് ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ അതുകൊണ്ട് അരച്ച് കലക്കി ഈ ചെറുപ്പക്കാരുകളിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ പാവം വീണുപോയി. അവൻ അറിഞ്ഞില്ല വഞ്ചന ഒരു പ്രവാചകൻ കൂടെയും സംഭവിക്കും. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, കള്ള പ്രവാചകന്മാരെ. നമ്മുടെ ചുറ്റും പലരും ദൈവനാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വരുന്നുണ്ട്. അവർ പാസ്റ്ററായിരിക്കും, റെവറൻഡായിരിക്കും, ഡോക്ടറായിരിക്കും, വർഷങ്ങളായിട്ട് ഒരു സുവിശേഷ വേലക്കാരനായിരിക്കും, ഒരു വചനം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരിക്കും, ഒരു വിശ്വാസി ആരുമായിക്കോട്ടെ, പണമുള്ളവരോ പണമില്ലാത്തവരോ. നമുക്കവരെ മനുഷ്യബുദ്ധിയിൽ അവരെ ഗ്രേഡ് ചെയ്യാനോ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രവാചകൻ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, വാക്തത്വന്റെ ഖരം, സംസാരിക്കുന്ന രീതി, ആ നിൽപ്പൊക്കെ കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ വിശ്വസിച്ചു പോയി. അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹത്തിന് കൂടെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ പ്രായമുള്ള എല്ലാ അഭ്യാസവും പഠിച്ച പ്രവാചകൻ ഇതിന് കഴിക്കാൻ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. ഇത് കഴിച്ചിങ്ങനെ തൃപ്തനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഇതേ പ്രവാചകൻ കൂടെ വന്നു. നിന്നോട് ഞാൻ പറയുന്നതല്ലേ, നീ മടങ്ങി പോകുമ്പോ നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുകയില്ല. നീ മരിക്കപ്പെടും, നീ കൊല്ലപ്പെടും. ഈ പ്രവാചകൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ അവനിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കള്ളം പറഞ്ഞ ഒരു ആത്മാവായിരുന്നു, ഒരു ദുരാത്മാവായിരുന്നു, ദൈവത്തിന്റെ ആത്മാവല്ലായിരുന്നു. എന്നാൽ ഇത് വിവേചിക്കുവാൻ ഈ പ്രവാചകന് സാധിച്ചില്ലല്ലോ. ഒരു ദുഃഖം എനിക്കുണ്ട്. തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ അങ്ങനെ തന്നെ അനുഭവിച്ചു. പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരുടെ അനുഗ്രഹമാണ്, സുവിശേഷ വേലക്കാർക്ക് സുവിശേഷ വേലയുടെ അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അടിയും അതുപോലെ തന്നെയായിരിക്കും. അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ തന്നെ ചിന്തിച്ചോണം,
നീ ഏത് അളവിനാൽ നീ ജീവിക്കുന്നോ അതേ അളവിലായിരിക്കും അനുഗ്രഹവും ദൈവത്തിന്റെ ശിക്ഷയും. വടക്കേ യാത്രയിൽ ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ കൊല്ലപ്പെട്ടു. ഒരു സിംഹം വന്ന് ഇദ്ദേഹത്തെ കൊന്നു. ഈ പ്രായമുള്ള പ്രവാചകന് അറിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആ ശവം എടുത്തുകൊണ്ട് അടക്കി. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. ഈ ഭാഗത്ത് കള്ള പ്രവാചകൻ അല്ലെങ്കിൽ ഒരു കള്ള വഞ്ചിക്കുന്ന ഒരു നേതാവ് ധാരാളം ജനത്തെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ദൈവ ജനമേ, നീ ആരായിക്കോട്ടെ, പാസ്റ്ററോ റെവറൻഡോ ബിഷപ്പോ ഒരു സാധാരണ വിശ്വാസിയോ അച്ഛനോ ആരുമായിക്കോട്ടെ, ദൈവനാമത്തിൽ ഒരു എളിയ ദൈവദാസൻ നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കട്ടെ. ഇന്നു മുതൽ പ്രാർത്ഥിക്കാമോ? ദൈവമേ, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം എനിക്ക് തരണമേ. ആത്മീയ വിവേകം, ആത്മീയ വിവേകം, സ്പിരിച്വൽ ഡിസേൺമെന്റ്, ആത്മീയ വിവേകം ഉള്ളവരായി തീരണം നാം. ആത്മീയ വഞ്ചനയിൽ പെടാതിരിക്കണമെങ്കിൽ ആത്മീയ വിവേകമുള്ളവരായി തീരണം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചും ദാനത്തെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആത്മാക്കളുടെ വിവേചനം, പ്രവചനം അല്ലെ, അതുപോലെ പല ഭാഷകൾ സംസാരിക്കാനുള്ള വരം, പിന്നെ ഭാഷകളെ അത് വ്യാഖ്യാനിക്കാനുള്ള വരം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മള് ഈ ക്രിസ്ത്യ കോളത്തിലുള്ള പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ചിലവരുണ്ട്. നമ്മളൊക്കെ അല്ലേ ചിലവർക്ക് നമ്മുടെ കാലഘട്ടത്തിൽ എന്താണ് അന്യഭാഷകളൊക്കെ സംസാരിക്കണം. അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കുറെ ഭാഷ പറഞ്ഞാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു, പിന്നെ രണ്ടിലും സൗഖ്യമേ കഴിഞ്ഞാൽ സൗഖ്യത്തിന്റെ വരം എനിക്ക് തന്നിട്ടുണ്ട്, പ്രസംഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ വരം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവമക്കളെ, ഏറ്റവും ആവശ്യമുള്ളത് പ്രവചനം ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളത് വിവേചനപരമാണ്. ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. ഏതാത്മാവിലാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്, ഏതാത്മാവിലാണ് ഈ വ്യക്തി നിറഞ്ഞിരിക്കുന്നത്, എന്റെ സഭയ്ക്കുള്ളിൽ വരുന്ന എല്ലാ വ്യക്തിയും, ഞാൻ നേരിടുന്ന എല്ലാ വ്യക്തിയും അവനിൽ വ്യാപരിക്കുന്ന ഏതാത്മാവാണെന്ന് ഞാൻ വിവേചിച്ചറിയണം. അതുകൊണ്ടാണ് മുൻപേ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ്? ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, വിവേചനമാണ്. ആത്മാക്കളെ വിവേചിക്കുവാൻ, to discern the spirit. ആ വരമുണ്ടെങ്കിൽ നീ വഞ്ചിക്കപ്പെടുകയില്ല. രാവിലെ തന്നെ പറഞ്ഞല്ലോ, ആത്മവിഷയത്തിൽ നീ വഞ്ചിക്കപ്പെട്ടാൽ നീ നിത്യ നരകത്തിൽ പോയി എത്തും. ഇന്ന് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന പലരും ആത്മീയ വഞ്ചനയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വചനം, ഈ ബൈബിൾ എന്ന് പറയുന്ന ദൈവവചനം, ഈ ഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും നീ എടുത്ത് വായിച്ചിട്ടുണ്ടോ? ഏതോ ഒരു ഭാഷ പ്രസംഗിക്കുന്നു, നീ അതിനോട് തുള്ളിച്ചാടും. ഏതോ ഒരു അച്ഛൻ, അത് റവറൻഡോ ബിഷപ്പോ ആരുമായിക്കോട്ടെ, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, നീ അത് കേട്ട് നടക്കുന്നു. ഞാൻ പറയട്ടെ, നിനക്ക് ഈ വചനം ദൈവം തന്നതോ ഇത് വായിച്ച് മനസ്സിലാക്കാനാണ്. കേൾക്കുന്ന പ്രസംഗം, കേൾക്കുന്ന വാക്കുകൾ അത് വചനപ്രകാരം ആണോ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണോ ഇന്ന് നീ വായിച്ച് മനസ്സിലാക്കണം. ഏതാത്മാവിലാണ് ഈ വ്യക്തി സംസാരിക്കുന്നതോ നീ വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ പോയത് അത് ദൈവത്തിന് തെറ്റല്ല, നിന്റെ തെറ്റാണ്. വഞ്ചിക്കുവാൻ പലരും ഇറങ്ങിയിട്ടുണ്ട്. നീ വഞ്ചിക്കപ്പെട്ടു പോകരുത് ദൈവമക്കളെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, സർവയുദ്ധത്തിലുള്ള സർവ ആയുധത്തിലുള്ള ആ വസ്ത്രം നിങ്ങൾ ധരിക്കണം. യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ വസ്ത്രവും ധരിച്ചിട്ടാണ് ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിൽ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന എല്ലാ യുദ്ധവീരനും, എല്ലാ യോദ്ധാവും യുദ്ധത്തിന് വേണ്ടിയുള്ള സകല വസ്ത്രം ധരിക്കും. അവൻ ഹെൽമറ്റ് മറക്കത്തില്ല, അവന്റെ വാള് മറക്കത്തില്ല, ഇനി അരക്ക് കിട്ടുന്ന ബെൽറ്റ് മറക്കത്തില്ല. കാരണം യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചോടുന്ന യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
അവന്റെ മാറ മറയ്ക്കുന്ന വസ്ത്രം, അവന്റെ പുറവശം ഈ ഭാഗം മറയ്ക്കുന്ന വസ്ത്രം, എല്ലാം നെറ്റി മറയ്ക്കുന്ന, ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് അവൻ യുദ്ധങ്ങൾ. ഇതെല്ലാം അവന് ഡിഫെൻഡ് ചെയ്യുവാൻ ഒരു പരിചയമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികളെ, നീ പലപ്പോഴും എല്ലാ യുദ്ധത്തിലുള്ള വസ്ത്രം നീ ധരിച്ചിട്ടില്ല. യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ വസ്ത്രം ധരിച്ചിട്ടാണ് നീ യുദ്ധക്കളത്തിൽ ഇറങ്ങി നിൽക്കേണ്ടത്. കാരണം ശത്രു നിന്നെ വീഴ്ത്തുവാൻ പല വഴിയിൽ കൂടെയാണ് വരുന്നത്, പല രീതികളിലാണ് വരുന്നത്. നീ വെറും നിന്റെ ഈ ഭൂമിയിലുള്ള അഭ്യാസം കൊണ്ട് ജയിക്കാൻ തോന്നരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വിവേചന വരമുള്ളവൻ നീ വിവേചിക്കും, നീ വഞ്ചിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ ആത്മാവാൽ നീ നിറങ്ങി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ വഞ്ചിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവാൽ നിറങ്ങി നിൽക്കുന്ന അഭിഷേകം നമ്മൾ പറയുന്നുണ്ടല്ലോ, അഭിഷേകത്തിന് നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തി വഞ്ചിക്കപ്പെടുകയില്ല. ആരുമായിക്കോട്ടെ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ഏത് ഡിനോമിനേഷൻ, ഏത് ഗ്രൂപ്പ്, പെന്റിക്കോസ്റ്റോ, ഓർത്തഡോക്സോ, കത്തോലിക്കനോ, ബ്രദറോ, അത് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇവാഞ്ചലിക്കനോ, മർത്തോമായോ, യാക്കോബായോ, ഏത് ഗ്രൂപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയെ അല്ല, അതുവരെ ഏതൊരു മതത്തിലായിക്കോട്ടെ, നീ വഞ്ചിക്കപ്പെടും. നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ വിവേചനഫലം ഇല്ലെങ്കിൽ നീ വഞ്ചിക്കപ്പെടും. പലരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഈ വചനം കേൾക്കുന്നതോട് പറയാഗ്രഹിക്കുന്നത്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ദൈവങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനമാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഒരു പാസ്റ്റർ പറയുന്നതല്ല, ഒരു അച്ഛൻ പറയുന്നതല്ല, ഒരു ആത്മീയ ഗുരു പറയുന്നതല്ല. നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ വചനമാകണം. യേശു ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഈ വചനം വിട്ട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുകയില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ എന്നെ നടത്തുന്നത് വചനമാണ്. ഈ വചനമാണ് എന്നെ നൃത്തമാക്കുന്നത്, ഈ വചനമാണ് എനിക്ക് ധൈര്യം തരുന്നത്, ഈ വചനമാണ് എന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. അപ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാവാൽ എന്റെ ദൈവം നിറയ്ക്കും. ഞാൻ അന്യഭാഷകളിൽ ആരാധിക്കും, അന്യഭാഷകളിൽ പറയും, ഞാൻ പ്രവചിക്കും. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അതിന് ആ അന്യഭാഷകൾ അത് വിവേചിക്കുന്ന വരം എനിക്ക് തരും, അത് അതിന്റെ വ്യാഖ്യാന വരം എനിക്ക് തരും. അപ്പോൾ തന്നെ എന്റെ മുന്നിൽ നിൽക്കുന്ന ആത്മാക്കൾ ഏതാണെന്ന് വിവേചിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും, സഹായിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം വിവേചനവരം. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേചനവരം, ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വരം. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മളെ ആരും വഞ്ചിക്കരുത്. നമ്മൾ എന്തൊക്കെയോ കേട്ട് അത് സത്യമാ, ഇത് സത്യമാ, അവന്റെ ഫിലോസഫി, ഇവന്റെ ഫിലോസഫി, ഇവന്റെ ജീവിത രീതി, അവൻ അതൊന്നും കേട്ട് കണ്ടു പോകരുത്. ആത്മാവിനെ വിവേചിക്കുവാനുള്ള വരം അത് പ്രാപിക്കുക. നീ ഒരു ക്രിസ്ത്യ കുളത്തിൽ ജയവീരനായി ജീവിക്കും. നിന്നെ ആർക്കും വഞ്ചിക്കുവാൻ സാധിക്കത്തില്ല. പിശാചിന് പോലും നിന്റെ അടുക്കൽ വരാനവന് സാധിക്കത്തില്ല. കാരണം അവൻ വഞ്ചനയുടെ ആത്മാവാണ്, അവൻ വഞ്ചിക്കുന്നവനാണ്. എന്നാൽ നിനക്കുള്ളത് വിവേചന വരത്തിന്റെ ആത്മാവാണ്. അവൻ മുന്നിൽ വരുമ്പോൾ നിനക്കറിയാം ഇവൻ അതിന് എന്താണെന്ന്. വിവേചന ആത്മാവിന് വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം വചനം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് വരങ്ങൾ വേണം, പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളും എനിക്ക് വേണം. അപ്പോൾ തന്നെ എനിക്ക് വിവേചിക്കും, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ നിന്റെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നിന്റെ ജോലി സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു ഭവനം തിരഞ്ഞെടുക്കുമ്പോൾ, നീ ഒരു കൂട്ടായ്മ തിരഞ്ഞെടുക്കുമ്പോൾ, നീ ഒരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ, നീ ഒരു ജോലി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ, നീ ഹല്ലേലൂയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, വിവാഹത്തിന് വേണ്ടി നീ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, നിന്നിലുള്ള വിവേചന വരത്തിന്റെ ആത്മാവ് കറക്റ്റായ ഡിസിഷൻ എടുക്കുവാൻ നിന്നെ സഹായിക്കും. നീ വഞ്ചിക്കപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. അപ്പാ, പലരും വഞ്ചിക്കപ്പെട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സത്യത്തെ മറച്ചു വെച്ച് പല രീതികളിൽ പിശാച്
ജനത്തെ വഞ്ചിക്കുന്നു. ആമേൻ. വിളിച്ച ദൂതന്റെ രൂപത്തിൽ വന്ന് അവൻ ജനത്തെ വഞ്ചിക്കുന്നു. ഹവ്വായെ വഞ്ചിച്ചതുപോലെ ഇന്നും ദൈവജനത്തെ വഞ്ചിക്കുന്നു. ദൈവമേ, ജനം ഉണരുവാൻ, അവരുടെ കണ്ണുകളെ തുറക്കുവാൻ ഇടിയാകട്ടെ അപ്പാ. ഹല്ലേലൂയ. വചനത്തിൽ പറഞ്ഞതുപോലെ ആത്മാക്കളെ വിവേചിക്കുന്ന വരത്തിനു വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വരത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന, ഹല്ലേലൂയ, ദൈവവചനം കേൾക്കുന്ന എല്ലാ വ്യക്തിയെയും ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. അവരിൽ വിവേചന വരത്തിന്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കട്ടെ. ആത്മാക്കളെ വിവേചിക്കുന്ന ദൈവവരം, ദൈവപരിശുദ്ധാത്മാവിന്റെ വരം അവരിലേക്ക് കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളും ഇങ്ങനെ തെറ്റാണ്, അത് തെറ്റാണെന്ന് അത് ചിന്തിച്ച് മാറി നടക്കുന്ന അനേകരുണ്ട്. അവരും സത്യമറിഞ്ഞ് യേശുവിലേക്ക് മടങ്ങി വരുവാൻ, യേശുവിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നതുമായിട്ട് ഒരു പ്രാവശ്യം ഓർമ്മിക്കട്ടെ. ഈ വചനങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമാണെങ്കിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങളുടെ ഇമെയിലിൽ കൂടെയോ വാട്സാപ്പിന്റെ നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ തീർച്ചയായും ഞങ്ങളോട് പ്രാർത്ഥിക്കും. ലൈവായിട്ട് കേൾക്കുന്ന ദൈവങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില മണിക്കൂറിന് ശേഷം പിന്നീട് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കും. ദൈവം വരവ് കർത്താവ് രണ്ടാമത് താമസമാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 7:30 വചനം അടിയെ നിങ്ങളുടെ മുൻപാകെ കടന്നു വരും. അടിയങ്ങളെ ശുശ്രൂഷ ഓർത്ത് ദൈവങ്ങൾ പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കട്ടെ. God bless you.